ഹായ് ഹലോ ക്രിസ്മസ് സീരീസിൻ്റെ പാർട്ട് 3 ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇന്നൊരു പൈപ്പ് ക്ലീനർ വെച്ചിട്ട് സാന്താക്ലോസിനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഞാൻ ഒരു ഓൾഡ് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് കുറച്ച് കട്ടിയുള്ള ഒരു പോർഷൻ എടുത്തിട്ട് ഞാൻ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കോണ രൂപത്തിൽ. എന്നിട്ട് അതിലേക്ക് ഞാൻ ഈ പൈപ്പ് ക്ലീനർ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സാന്താക്ലോസിൻ്റെ ക്യാപ്പാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഫിനിഷ് ചെയ്തിട്ട് പിന്നെ ബാക്കി വന്നിട്ടുള്ള ചട്ട ഉണ്ടല്ലോ ക്യാപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതിൻ്റെ ബാക്കി അതെടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, സാന്താക്ലോസിൻ്റെ ബാക്കിയുള്ള ബോഡി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള ബാലൻസ് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് നീറ്റാക്കിയിട്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാക്കിയിട്ട് പിന്നെ റോൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ക്യാപ്പിനനുസരിച്ചിട്ട് വേണം നമ്മൾ റോൾ ചെയ്തെടുക്കാനായിട്ട്. ആ റോൾ ചെയ്ത് വെച്ചതിൽ ഞാൻ പൈപ്പ് ക്ലീനർ ചുറ്റി കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് എൻ്റെ വരെ ചുറ്റി കൊടുത്തിട്ട് ഇനി നമുക്കിതിൻ്റെ കൈ ചെയ്തെടുക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പേനയാണ് എടുത്തിട്ടുള്ളത്. ആ പേനയിൽ ജസ്റ്റ് ഞാൻ ഒരു പൈപ്പ് ക്ലീനർ ഫുള്ളായിട്ട് ചുറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നമ്മൾ 2 അറ്റത്തും ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ബോഡിയിൽ. ഇനി സാന്താക്ലോസിൻ്റെ ഫേസിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പിങ്ക് ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അതും നമുക്ക് ക്യാപ്പിനോട് അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് സാന്താക്ലോസിൻ്റെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ബെൽറ്റ് ഞാൻ ഫോം ഷീറ്റ് കൊണ്ട് അളവെടുത്തിട്ട് ചുറ്റി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സെൻറ്ററിലായിട്ട് ആ ബെൽറ്റിൻ്റെ ഭാഗം നമുക്ക് ഗോൾഡൻ ഫോം ഷീറ്റ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഏതോ കാലത്ത് ഡോൾ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കണ്ണ് കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു പ്ലാസ്റ്റിക്കിൻ്റെ. അപ്പോൾ അതും കൂടി നമുക്കിതിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മുടെ സാന്താക്ലോസിൻ്റെ പൂർണ്ണ രൂപം വരാൻ വേണ്ടിയിട്ട് നമുക്ക് താടിയാണ് വേണ്ടത്. അതിന് ഞാനിവിടെ കോട്ടനാണ് എടുത്തിട്ടുള്ളത്. പഞ്ഞ് നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. വി ഷേപ്പിലോ അല്ലെങ്കിൽ യു ഷേപ്പിലൊക്കെ ആയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ബാലൻസ് വന്നത് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ സാന്താക്ലോസിൻ്റെ തല അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഒരു പൂർണ്ണത വരാൻ വേണ്ടിയിട്ട് മീശയുടെ രൂപത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പഞ്ഞ് അതും കൂടി വെച്ച് കൊടുക്കാം. പിന്നെ സെൻറ്ററിൽ നമ്മുടെ മൂക്കിൻ്റെ ഭാഗത്ത് ഒരു സ്റ്റോണും കൂടി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാന്താക്ലോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തത് എന്ത് ക്രാഫ്റ്റാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാം. എങ്കിലേ ഞാനിടുന്ന വീഡിയോസൊക്കെ കറക്റ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ക്രിസ്മസ് സീരീസിൻ്റെ 4th പാർട്ടായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.